കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് സിപിഎം അനുഭാവികൾ ഒന്നൊന്നായി ജയിലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പൊട്ടിത്തെറിച്ചാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നേട്ടത്തിനായി നാടിന്റെ ഐക്യം തകർക്കാൻ സിപിഎം ശ്രമിച്ചുവെന്നും ഇത്തരം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് പാർട്ടി നേതൃത്വവും സർക്കാരും സംരക്ഷണം നൽകിയെന്നും അറസ്റ്റിന് പിന്നാലെ ഷാഫി പ്രതികരിച്ചു. ഈ കേസ് അന്വേഷിക്കാൻ 2 വർഷത്തോളം എടുത്തത് മനഃപൂർവ്വമാണെന്നും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ സാധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് നാടിന്റെ ഐക്യത്തെ ബാധിക്കുന്നതാണെന്നും ഇരയാക്കപ്പെട്ട ചെറുപ്പക്കാരനോട് മാപ്പ് പറയാൻ നേതൃത്വം തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം വർഗീയ ശ്രമങ്ങൾക്കെതിരെ സിപിഎമ്മിലെ സത്യസന്ധരായ പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിൽ പ്രചരിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. LDF സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുണ്ടായിരുന്നത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചു. ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും MSFും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു. CPM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം. ഈ ആരോപണം ശരിവയ്ക്കുകയാണ് SIT ചെയ്തിരിക്കുന്നത്. കേസിൽ UDF അധികാരത്തിലെത്തിയാൽ നടപടിയുണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ UDF യോഗങ്ങളിൽ ആവർത്തിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട്. അന്ന് വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ CPM പുറത്തെടുത്ത ആയുധമാണ് സ്ക്രീൻഷോട്ട് വിവാദം. എന്തായാലും അറസ്റ്റിന് പിന്നാലെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ. ആ ദൃശ്യങ്ങൾ കാണാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് അവസാനിക്കണമെന്നോ അല്ല. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിലെ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവരെ നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു UDF അനുഭാവിക്ക് പോലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു നടപടി എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ പിന്നിൽ അവരാണെന്നുള്ള കൃത്യമായ ബോധ്യം അവരുടെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിൽ ചെന്ന് അന്വേഷണം തട്ടി നിന്നു എന്ന ഒരു വാദം പറഞ്ഞിട്ട് കേസിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പുറകിലെ കാരണം കൃത്യമാണ്. കാരണം ഇത് താഴെത്തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞൊരു ബുദ്ധിയല്ല. ഇതിന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വത്തിന്റെയും അറിവോടെ ഈ വടകരയുടെ മണ്ണിനെ വിഷം കലക്കാൻ അവർ നടത്തിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഒരുപാട് ആക്രമിക്കപ്പെട്ടു ഈ വ്യാജ നിർമ്മിതിയുടെ പേരിൽ. അവര് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടന്നു. ഞാൻ പറയുന്നു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ നാടിന്റെ ഐക്യത്തെ തകർക്കാൻ അവർ നടത്തിയ ശ്രമമായിരുന്നു. പൊളിറ്റിക്കൽ പോയ്സൺ ഉൾപ്പെടെയുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ അന്ന് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് ഞാൻ പറയുന്നത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPMൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TPയെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനു വേണ്ടി ഒട്ടിക്കാൻ CPMന്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിന്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവര് തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിന്റെ ഉത്തരവാദിത്വം UDFന്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോൾ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയ ഒരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ?
അപ്പോൾ കേരളത്തിന് ആവർത്തിച്ച് പറയുന്നു, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നാടിൻ്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്ട് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിന്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിൻ്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സംരക്ഷണം ഈ ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്ത് വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിൻ്റെ പേരിൽ പ്രസംഗിച്ചത്, നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ജയവും പരാജയവും വരും പോവും, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിൻ്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPMന്റെ പ്രവർത്തകരിൽ നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ് അയാളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് അയാളെ ഒരു വർഗീയവാദിയാക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഞാനതാ പറഞ്ഞു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അതിനൊരാളെ കരുവാക്കിയിട്ട് അവർ തകർക്കാൻ ശ്രമിച്ചത് നാടിൻ്റെ ഐക്യമാണ്. കാസിമിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ ആ ഫോൺ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞത്, എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പില്ല, ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പോലീസിന് അപ്പം തന്നെ മറുപടിയില്ല. ആ ചെറുപ്പക്കാരനോട് ഇവരുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വന്ന് മാപ്പ് പറയണം. കടുത്ത ശിക്ഷ ഈ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകണം.